എന്റെ പൊന്നു ദൈവമേ, നേരം വെളുത്തോട്ട് തുടങ്ങിയ ജോലിയാന്നേ. നേരം ഇത്രയായിട്ടും എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരുണ്ട് ഒരു കൈ സഹായത്തിന്? ഒരമ്മായിയമ്മയുണ്ട്. എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞാ അപ്പ പറയും എന്റെ കൈക്ക് വേദനയാ, കാലിന് വേദനയാ, നടുവിന് വേദനയാ. അല്ല, ആ ബ്രോക്കറെ പറഞ്ഞാ മതി. എടി ബാലാമണിയേ, ഇതുപോലൊരമ്മായിയമ്മ നിനക്ക് വേറെ കിട്ടത്തില്ലെന്ന്. ചേച്ചേ, അപ്പറഞ്ഞത് ശരിയാ. ഇതുപോലൊരമ്മായിയമ്മ ആർക്കും കിട്ടത്തില്ല. അയ്യോ എന്റെ പൊന്നോ. അയ്യോ, വരുന്നുണ്ട്. അടുത്ത പണി എനിക്ക് തരാൻ വരുവാ. എന്റെ ദൈവമേ. ഈ കിടക്കുന്ന മാറാലയൊക്കെ കണ്ടോടി? ഇല്ല, ഈ ചൂല് പിടിച്ചങ്ങോട്ട് തൂത്തേത്. എന്റെ അമ്മ, ഈ മേളിൽ കാണുന്ന മാറാലയൊക്കെ തൂക്കാൻ ഞാൻ എന്തുവാ, സ്പൈഡർമാനോ? എന്റെ കൈ വയ്യാത്തതല്ലയോ? അല്ല, ഞാനിതെല്ലാം അടിച്ചു മാറത്തില്ലയോ? അമ്മയുടെ മോടെ വീട്ടിൽ പോകുമ്പോ അമ്മക്ക് ഈ വേദനയൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ കൂട്ടാണോ അവിടെ? ഞാൻ അങ്ങോട്ട് ചെന്ന് കാലെടുത്ത് വെച്ചാ തുറക്കുന്നത് ഗേറ്റ്. ഇവിടെ തൊട്ടാൽ ചൂടുവെള്ളം, ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാ പച്ചവെള്ളം. ഇവിടെ ഞാൻ എത്ര ഒച്ചയിട്ടാ നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്? പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കി നിന്ന തന്നെത്താൻ കത്തുന്നു തീയെ. അതിപ്പോ അവിടെ തന്നെ ചെല്ലണമെന്നില്ല അമ്മ. ഇവിടെ എവിടെ ചെന്നാലും അങ്ങ് തീ കത്തുവല്ലോ. എന്നെ തീ തീറ്റിക്കാൻ നീ ഒരുത്തിയും. നേരം അങ്ങ് പോയി. ഉച്ചയായി വിശക്കുന്നു. അടാ, മീനൊന്ന് പോയി വെട്ടിക്ക് ചേട്ടനങ്ങോട്ട്. എന്റെ അമ്മയ്ക്ക് ആ മീനെങ്കിലും ഒന്ന് വെട്ടിക്കൂടായോ? എടി, മീൻ ചട്ടി കാണുമ്പോ എന്റെ കൈ വിറയ്ക്കുമെന്ന് നിനക്കറിയത്തില്ലയോ? തള്ളേ, നിങ്ങൾക്ക് മീൻ ചട്ടി കാണുമ്പോഴല്ല വിറയ്ക്കുന്നേ, മീൻകറി കാണുമ്പോഴാ വിറയ്ക്കുന്നേ. എനിക്കാണെങ്കിലോ മീൻ കണ്ടാ എനിക്ക് അപ്പം ഛർദിക്കണം. എടി, എനിക്കും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ ആ മീൻ അങ്ങോട്ട് വറുത്ത് വെക്കാമെങ്കിൽ അത് മുച്ചൂടെ അങ്ങ് തീർക്കുമല്ലോ. നിനക്കറിയാവോ, മുത്തശ്ശി നന്നായെങ്കില് കൊച്ചുമോൻ നന്നാകത്തുള്ളു. ആ, എനിക്കൊന്നും അറിയത്തില്ല. ആ, നിനക്കെങ്ങനെ അറിയാനാ? ഈ ഫേസ്ബുക്കോ വാട്സപ്പോ വല്ലോ നീ നോക്കുന്നുണ്ടോ? നിനക്ക് നേരെ കൊണ്ടോ? നീ ഇവിടെ കിടന്ന് ചൊറിഞ്ഞ മാന്തി അങ്ങ് നിൽക്കുവല്ലയോ? ഓ, വെളിയിൽ പോയി രണ്ടു തൊട്ട് വെള്ളം ഒന്ന് കോരിക്കേ ചെല്ല്. എന്റെ അമ്മ, ഇവിടെ മോട്ടർ ഇല്ലയോ? ആ, മോട്ടറുണ്ട്. സ്വിച്ച് ഇട്ടാ വെള്ളം വരും. ഇതിന് കറണ്ട് ചാർജ് ആര് കൊടുക്കും? എന്റെ ചെറുക്കൻ വല്ലയിടത്തും കിടന്ന് കഷ്ടപ്പെടുവാ. ഇതെല്ലാം കിട്ടുന്നത് കാശ് മൊത്തം ഇവളങ്ങ് തീർക്കുവാ ഇവള്. എന്റെ ദൈവമേ, ഈ തള്ളയെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ്. അല്ല, ആശക്കുട്ടിയല്ലേ അത്? ആഴ്ചച്ചിട്ടിയോ? ആഴ്ചച്ചിട്ടിയാണോ? ആശക്കുട്ടി. ആ, ആശക്കുട്ടിയല്ല, ആശാവർക്കറാ. സർക്കാർ 3000 രൂപ കൂട്ടി തന്നതിന്റെ തിളക്കം ഉണ്ട് ഈ മുഖത്ത്. ആ 3000 അങ്ങ് പോയി. അതെങ്ങനെയാ 3000 പോയത്? കിട്ടിയ പാടെ ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്തു. ആ, പക്ഷെ തിളക്കം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് സുന്ദരിയായില്ലയോ? സുന്ദരിയായിരിക്കുന്നു. എനിക്ക് വയ്യ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖാണോ മോളെ? യോ, ഒട്ടും സുഖമില്ല. ഇവിടെ വേദന, കാല് വേദന, ആകെ മൊത്തം ഒരു തരിപ്പാങ്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കങ്ങ് തരിച്ചു കയറുവാ. അമ്മച്ചിയോടല്ലെന്നേ, ഞാൻ കുഞ്ഞിനോടും അമ്മയോടും കൂടെ അങ്ങ് ചോദിച്ചേ. എടികോ കുഞ്ഞെ, നീ വരുമ്പോ എന്തോ എവക്ക് പൊതിഞ്ഞു കെട്ടി കൊടുത്തേച്ച് പോന്നേ? അത് ഗർഭിണികൾക്കുള്ള വിറ്റാമിൻ ഗുളിക. ഞാനും 5 പറ്റതാ. ഒരു ഗുളിക ആരും എനിക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. ഞാൻ പാടത്ത് പണിയും കഴിഞ്ഞ് വന്നാ ദേണ്ട എവിടെ കെട്ടിയവനെ പെറ്റത്. ഇപ്പൊ ഗുളിക കൊണ്ട് ആറാട്ടല്ലയോ അങ്ങ്. അയ്യോ, ഇത് പറയല്ലേ. ഈ ഡയലോഗ് കേട്ടങ്ങ് മടുത്ത്. എല്ലാ അമ്മമാരും പറയുന്ന ഒരു ഡയലോഗാ. പാടത്ത് പെറ്റ്, നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോ പെറ്റ്, അരി ഇടിച്ചപ്പോ പെറ്റ്. അമ്മയ്ക്ക് ഈ മാസം തികഞ്ഞാന്ന് അറിയത്തില്ലായിരുന്നോ? അമ്മ ഈ പാടത്ത് പോകുന്ന നേരത്തെ ആശുപത്രിയിലെങ്ങാനും പോയ അവിടെ കിടന്ന് പെറ്റൂടായിരുന്നോ? നീ ഇവിടെ കിന്നേരം പറഞ്ഞു വയ്ക്കാൻ. നീ കണ്ട അകത്തോട്ട് പോയി വേണ്ടേ കൊച്ചു വന്ന് നിൽക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണ്ടായോ? പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. എന്റെ ആശ മോളെ, ഇവിടെ ദിവസവും അങ്ങ് വഴക്കാം. 1 2 പറഞ്ഞാ തെറിവിളിയാ. ആര്? അവളാ? അല്ല, ഞാന്. വേണ്ട അമ്മച്ചി, നീ കണ്ട അമ്മച്ചി അങ്ങ് കോലം കെട്ട്. അമ്മച്ചിക്കൊന്ന് സുന്ദരിയാവണം. ഓ, എന്റെ പൊന്നമ്മച്ചി, അതിനു മുമ്പ് അവള് വെള്ളമെടുക്കാൻ പോയൊന്നുമില്ല. നിങ്ങളുടെ നീ പോയിച്ചിട്ട് വെള്ളം എടുത്തോണ്ട് വാ കൊച്ചേ. എന്റെ കുഞ്ഞ് വേണ്ട, ഈ സ്റ്റീം ബാത്തൊന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടല്ലോ, ഈ കയറ്റി നിർത്തി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നേ. അയ്യോ, ഈ പ്രായത്തിലോ? അത് സ്റ്റീം ബാത്ത്. അമ്മച്ചിയെ കൊണ്ട് കൂട്ടിയാലൊന്നും അത് കൂടത്തില്ല. എന്നാ റേറ്റ് അതിനൊക്കെ ഇപ്പം?
എന്നാ പോട്ടെ, ഞാൻ വല്ല ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ച് അങ്ങ് ആവി പിടിച്ചോളാം. തൽക്കാലം അതാ നല്ലത്. എന്റെ കുഞ്ഞെ, എന്റെ ശരീരം മൊത്തം അങ്ങ് വേദനയാ. എവളോട് ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നറിയാവോ, എന്നെ ആ എണ്ണത്തോണി കൊണ്ടുവന്നിടന്ന്. എണ്ണയ്ക്ക് അതിന് അമ്മച്ചി എന്നാ വിളക്ക് തിരിയാണ്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തൊട്ടേനെ പിടിച്ചാൻ എല്ലാം അമ്മച്ചിക്ക് ആഗ്രഹങ്ങളും ആശകളും മാത്രമാണല്ലോ. ജ്യൂസ് എടുക്കാൻ പോയവൾ ഇന്നെങ്ങാനും വരുവോ? എങ്ങനെ? ഇതാ ഞാൻ പറഞ്ഞ ഒരു അനുസരണമില്ല. അവൻ വന്നാലും ഇത് തന്നെ. വേണ്ട, ഞാൻ ഈ ഇവിടെ ഇരിക്കുന്നല്ലോ. വരുന്നുണ്ട്. ആഹാ, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ കുട്ടിട്ടുണ്ടോ മോളെ നിനക്ക്? ഇത് അവക്കല്ല, ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാ. ഇത് അപ്പടി വിഷമാ. നിനക്ക് കുടിക്കാം. ഇത് കുടിക്കുന്നോണ്ട് അമ്മച്ചിക്ക് വിഷമൊന്നും ഏക്കത്തില്ലേ? ഇവർക്ക് കാളകൂടെ വിഷം കൊടുത്താലും 4 കാലങ്ങ് ആടി ഇന്നിട്ടോളും. ഞാനിത് കുടിക്കാൻ അങ്ങ് പോട്ടെ. എനിക്ക് എവിടെ നോക്കട്ടെ? എവിടെ തന്നെയാണോ ഈ കൊച്ചിനെ എനിക്ക് നോക്കണ്ടായോ? എന്നാണേലും അമ്മച്ചിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാ. നീ കുടിച്ചാ മതിയേ. എടി കൊച്ചെ, ഈ അമ്മച്ചി മുമ്പേ എന്നോട് പറഞ്ഞു നീ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്തില്ല, ചുമ്മാ ചറിഞ്ഞും പറഞ്ഞു അങ്ങോട്ട് ഇരിക്കുവാന്ന്. അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും എടി, നീ ഈ ആദ്യത്തെ ഗർഭിണിയല്ലേ? എടി കൊച്ചെ, ഇതിലൂടെയൊക്കെ നടന്നു എടുത്തുമൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണം. എല്ലാം അമ്മച്ചിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റും. അമ്മച്ചിക്ക് വയസ്സായി. എന്റെ മോന്റെ ചേച്ചി, ഇവിടെ ആരായി ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ഞാനിവിടെ നടക്കുമല്ല, എന്റെ പുറകിന് നടന്ന് ഇവരെന്നെ ഓടിക്കുക. ഈ ഓട്ടം കാണാൻ ഞാൻ ഒളിമ്പിക്സിൽ പോയായിരുന്ന മെഡലും കൊണ്ട് ഇവിടെ വരത്തുള്ളായിരുന്നു. എന്റെ അമ്മേ, ഈ ഗർഭം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല രക്ഷകള്, അതിനു മുമ്പ് അവക്ക് കുറച്ച് രക്ഷകളൊക്കെ അങ്ങോട്ട് ചെയ്യണം. കുഞ്ഞാവേ ഉള്ളതല്ലേ. കൊച്ചേ, എനിക്കതൊക്കെ അറിയാം. ചൂടുവെള്ളത്തിലല്ലയോ കുളിക്കുന്നത്? ആര് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്? അമ്മയല്ലേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്? ഈ കണ്ട പച്ചനെല്ലാം പറിച്ചിട്ട് തിളപ്പിച്ച ആ വെള്ളത്തിനകത്ത് ഒരു 2 ബക്കറ്റ് വെള്ളം ഞാനെടുത്ത് എന്റെ മേത്തൊന്നൊഴിക്കും. അത്രേ ഉള്ളു. എന്റെ പൊന്നി ചേച്ചി, ആകെ 2 ബക്കറ്റ് വെള്ളമാ ചൂടാക്കുന്നേ. നിങ്ങളിങ്ങനെ നോക്കി മഴ പെയ്യുന്ന കണ്ടില്ലേ? അമ്മച്ചി പോയി ആ തുണിയെല്ലാം കൂടെ മടക്കി അങ്ങ് വെക്ക്. എന്റെ കുഞ്ഞെ, എടി ചെല്ലടി, ആ ഓടിപ്പോയി ആ തുണി മടക്കി ആലമാരിലോട്ടൊന്ന് വെച്ച് ചെല്ല്. അമ്മച്ചി വെറുതെ ഇരുന്ന് തിന്നു എടുക്കുകയൊക്കെ ചെയ്യാതെ എന്റെ പൊന്നമ്മച്ചി ആ തുണിയെങ്കിലും മടക്കി വെക്കത്തില്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് കുഞ്ഞ് നിന്ന് ഒരു തുണി എടുക്കാനോ ഒന്ന് പിഴിയാനോ ഒന്ന് വിരിക്കാനോ എന്റെ കൈ വയ്യ. കിടന്നങ്ങ് വിറയ്ക്കുമല്ലയോ? യോ, എന്റെ പൊന്നി ചേച്ചി, ഈ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവർക്ക് പോയിരുന്ന് മൊബൈലിൽ തോണ്ടാനും ഫുഡ് കഴിക്കുമ്പോഴും യാതൊരു വിറയിലുമില്ല. ഇതൊക്കെ ചുമ്മാതാ, വീട്ടിൽ അടവാ. എന്നെ കൊണ്ടുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കാന്. ഇതൊക്കെ നീ പറയുന്നതുള്ളതാണോ? അത് അമ്മച്ചി പറയുന്നതാണോ? ഓ, ഇതൊക്കെ സത്യം തന്നെ. ചേച്ചി ഒന്ന് നോക്കിയേ. അയ്യോ, എന്നെ കൂടെ നോക്കിയാ കൊല്ലുന്നതായിട്ട് നോക്കുന്ന. ചേച്ചിക്ക് അറിയാവോ, ഇവർക്ക് ഈയിടെ ഞാനേ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അതിനകത്ത് ശകലം ഉപ്പിട്ട് കൊടുത്തതിന് ഇവരെന്നോട് പറയോ അവരെ കൊല്ലാൻ കൊടുത്തതാന്ന്. നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിടാതെ പിന്നെ ഉപ്പിട്ട് അങ്ങോട്ട് തരുമോ? കുഞ്ഞെ, എനിക്ക് BP ഉള്ളതല്ലയോ? അമ്മയ്ക്ക് BP വേണ്ട, വീടിന്റെ വാതൊക്കെ ചെന്നിരുന്ന് അങ്ങോട്ട് ഊത്. എനിക്ക് BP ഉള്ളത്. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ. നീ രക്ഷപ്പെടണമെങ്കിൽ നീ എന്റെ കൂടെ നിക്കണം. പറഞ്ഞ വാക്ക് പാലിക്കണേ, കൂടെ നിക്കണേ. ഇല്ലേ ഞാൻ അങ്ങോട്ട് വിടും. വരാൻ ചേച്ചി. അമ്മച്ചിയേ, അമ്മച്ചി ഇങ്ങോട്ട് വന്നേ. ശരിക്കും അമ്മച്ചിക്ക് ഈ പറയുന്ന വേദനയും വിഷമവും ഒക്കെ ഉണ്ടോ? അതെന്താ കൊച്ചേ നീ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ചില കാര്യം ഞാൻ ഈ ആശാ വർക്കറാണല്ലോ, എനിക്ക് എല്ലാ കാര്യമൊക്കെ നോക്കിയാൽ അറിയാവേ. അമ്മച്ചിയുടെ കൈ പൊക്കുമ്പം വേദനയുണ്ടോ? അയ്യോ, വിട്ട് കഴിഞ്ഞു. വേദനയാ. കാലിന്റെ മുട്ടിനോ? കാലിന്റെ മുട്ടിന് മൊത്തം തേയ്മാനമാ. അപ്പൊ തലവേദനയും തലകറക്കവും ഇല്ലായിരിക്കും. ഒരു ചെവിട്ടടി വെക്കും ഇങ്ങനെ വട്ടമങ്ങ് കറങ്ങി അങ്ങ് പോകുമോ അമ്മച്ചി? അയ്യോ, ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അമ്മച്ചിക്കുണ്ടോ? ഉണ്ട്. അയ്യോ, ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. 4 ദിവസം ഭയങ്കര വേദനയായിരുന്നു. 5-ാം ദിവസം പിന്നെ അങ്ങ് പോയി. എന്തോ വേദനയോ? അല്ല, അമ്മായിമ്മ അങ്ങോട്ട് പോയെന്ന്. അറിയിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അറിയിച്ചോ. ഏറിയാ 3-4 ദിവസം അങ്ങോട്ട് കാണും, അത്രേ ഉള്ളൂ. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് ചേട്ടൻ പോലും ഇവിടെ ഇല്ല ചേച്ചി. അയ്യോ, ലീവ് കിട്ടുമോടി? അറിയത്തില്ല, ഇപ്പൊ വന്നേച്ച് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ലക്ഷണങ്ങൾ കണ്ടാ 3 ദിവസം ഉള്ളു. ഇന്നിപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ 3 കഴിഞ്ഞ് 4-ന്റെ അന്ന് അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ. പിന്നെ ഗൾഫിൽ കിടക്കുന്നവനല്ലേ, 4, 5 കഴിഞ്ഞ അവൻ ശനിയാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് വരും. എന്നാ നമുക്ക് ഞായറാഴ്ച അങ്ങോട്ട് അടക്ക് വെച്ചാലോ? എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അയ്യോ, ഞായറാഴ്ച വെക്കാൻ
പറ്റുമോ? അതെന്താ? അന്നല്ലേ എനിക്ക് ആശാ മീറ്റിംഗ് പറഞ്ഞേക്കുന്നത്. എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ബിരിയാണി ഉള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, അവസാനമായിട്ട് നമുക്ക് തിങ്കളാഴ്ച ഒരു 10 മണിയോട് കൂടി അമ്മച്ചിയുടെ ആളൊക്കെ അങ്ങോട്ട് വെക്കാം. അതാവുമ്പം ശനിയാഴ്ച വന്ന് അവന് ഞായറാഴ്ച നീയുമായിട്ട് ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ചേച്ചി ഫ്രീസറിൽ വെക്കേണ്ടി വരത്തില്ലയോ? പിന്നെ വെക്കണ്ടയില്ല, ചീഞ്ഞളിയത്തില്ലയോ? അയ്യോ, അമ്മച്ചിയെ ഫ്രീസറിൽ വെക്കല്ലേ. അതെന്നാ? അമ്മച്ചിക്ക് മാതമുണ്ട്. ഓ, ചത്ത് കിടക്കുമ്പോ വാദം വന്നാ എന്നാ? കുളിര് വന്നാലല്ലേ എല്ലാം അങ്ങ് ചത്ത് കിടക്കുമല്ലേ? എന്റെ പൊന്നു ചേച്ചി ഫ്ലെക്സ് അടിക്കണ്ടായോ? പിന്നെ സുധാകരൻ ഗൾഫിൽ കിടന്നുണ്ടാക്കുന്നതല്ലേ, അവൻ ഓർക്കത്തില്ലേ? 10 ഈ ആശാവർക്കർ ഇവിടെ ഉണ്ടായിട്ട് 10 ഫ്ലെക്സ് വെച്ചില്ലെന്ന് ഓർക്കത്തില്ല. വെക്കൂടി, ചേച്ചിയുടെ ചെലവിൽ വെക്കും. അല്ല, പൈസ നീ തരണേ. എന്റെ പൊന്നു ചേച്ചി ഫ്ലെക്സ് വെക്കുവാണേ താഴെ കുറച്ച് പൂക്കൾ ഇവിടെ വെക്കണേ. അത് വെക്കും, അത് വെക്കും. അയ്യോ, അതിനകത്ത് മുല്ലപ്പൂ വെക്കല്ലേ. അതെന്നാ? മുല്ലപ്പൂവിന്റെ മണം കേട്ട അമ്മച്ചിക്ക് അലർജി ആടി. ചത്ത് കിടക്കുമ്പോഴും അലർജി ഒക്കെ ഉണ്ടോ അമ്മച്ചി? എനിക്ക് വേണ്ടി അമ്മച്ചി ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിക്കാനുള്ള ആശ കൊണ്ട് ചോദിക്കുവാ, ഇതിന് വല്ല മരുന്നുണ്ടോ? മരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മച്ചി ഞാൻ പറയുന്ന പോലെയൊക്കെ കേക്കുവോ? കേക്കും. നേരാണോ? നേരാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. നാളെ മുതൽ അവൾ ഇന്ന് വരെ ചെയ്തിരുന്ന എല്ലാ പണിയും അമ്മച്ചി അങ്ങോട്ട് ചെയ്യണം. രാവിലെ കാപ്പി എണ്ണം, കഞ്ഞി എണ്ണം, മീൻ വെട്ടണം, മാറാല തൂക്കണം, എല്ലാം ചെയ്യണം. എല്ലാം അമ്മച്ചി ചെയ്യും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഇങ്ങനെയൊക്കെ കുറച്ചു കാലം കൂടെ അങ്ങ് പോകുമായിരിക്കും. എല്ലാം ഞാൻ ചെയ്യും എന്റെ പൊന്നു മോളെ. വേണ്ട, നീയേ എന്നെ പേടിപ്പിക്കാനായി ഇത് പറഞ്ഞെങ്കിലും ഇതെന്റെ ഒരു പുനർജന്മമാ. ഞാൻ അടങ്ങി ഒതുങ്ങി ഈ പണികളെല്ലാം ചെയ്ത് എന്റെ മരുമോളെ നോക്കി ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരുന്നോളാവേ. ഉറപ്പാണ്? ഉറപ്പ്. ആ